ഹലോ ഗായ്സ്, നമ്മുടെ ഈ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അപ്പം നമ്മുടെ നേരമൊക്കെ പരപരാ വെളുത്ത് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമുക്കൊരു വിശേഷമുള്ള ദിവസം കൂടിയായിട്ട് നമ്മുടെ അവിടുത്തെ കാവടിയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ മേമയും ഉണ്ണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പോൾ അടുക്കളയിലാണെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറായിരുന്നു എന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നേരെ ബ്രഷ് ഓയിലൊക്കെ കഴിഞ്ഞിട്ട് ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കുളിക്കാൻ പോയി കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ടിരുന്നു. ചായക്ക് ഇഡ്ഡലി, പിന്നെ സാമ്പാർ, കാപ്പിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചട്നിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ചായക്കുടിയൊക്കെ കഴിഞ്ഞ ടൈമിലൊക്കെയാണ് ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് വന്നത്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അപ്പയ്ക്കും താഴെയുള്ള ആൾ ഒളിച്ചിരുന്നു. രണ്ടുപേരും പല്ലേക്കാനുള്ള കേട്ടോ. അപ്പം അങ്ങനെ അവരുടെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും പിന്നെ നമ്മളിന്ന് മെയിനായിട്ട് ചിക്കൻ കറി ആയിരുന്നു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാനും മാമി ഇരുന്ന് നന്നാക്കായിരുന്നു കേട്ടോ. സബോള, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ചിക്കൻ കറി വയ്ക്കായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ കറിക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉരുളിക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വഴറ്റാനായിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാക്കി അമ്മാമ്മയും ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ തലേദിവസം നമ്മൾ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ആയിരിക്കുന്ന സമയത്തായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു കേട്ടോ. പുറത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഉണ്ണിയുണ്ട്. അവരെന്ന് നമ്മൾ പുറത്തിരിക്കുന്നത് കണ്ടപ്പോൾ ആൾ വരും കേട്ടോ കളിക്കാനായിട്ട്. അപ്പം ഇന്ന് രണ്ട് ചേട്ടന്മാരും കൂടി ഉള്ള സ്ഥിതിക്ക് ആൾ അവിടെ നിന്ന് തനിയെ ഇങ്ങോട്ട് നടന്നു വന്നു. ചേട്ടന്മാരായിട്ട് ഇരുന്നിട്ട് ആൾ നല്ല വർത്താനം പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും ആയിട്ട് നന്നായിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് പഴം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിച്ചു. പിന്നെ ദേ ചിക്കൻ കറിയൊക്കെ ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും പിന്നെ ആൻറ്റിയൊക്കെ കൊണ്ടുവന്ന ചിപ്സും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കഴിക്കലായിട്ടാ. ശേഷം പിന്നെ പേരയ്ക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ആട്ടെ പേരയ്ക്ക് ഇങ്ങനെ ഉപ്പിട്ട് കഴിക്കാൻ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കാവടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. മാമിയും ആൻറ്റിയും അമ്മാമ്മയും അച്ഛനെല്ലാം അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാവടി കാണാനായിട്ട് നിന്നോട്ടെ. നമ്മൾ വരുന്ന ടൈമിൽ തന്നെ ഒരു സെറ്റ് കാവടി നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ ഒരുവിധം അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുവിധം എല്ലാതും കേട്ടോ. അപ്പം നമ്മൾ ബാക്കിയൊക്കെ അവിടെ നിന്നിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ പോലെ നിറയെ ആൾക്കാരൊന്നും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല കാവടിക്ക്. ആകെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാവടിക്ക്. അതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കാവടിക്കും പൂരത്തിനൊക്കെ പോയ മെയിനായിട്ട് പലഹാരങ്ങൾ മേടിക്കേണ്ടി വരില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ ആ സെക്ഷനിലോട്ട് കടന്നു. അത്യാവശ്യം കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് നേരം കൂടി കണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. പിള്ളേർക്ക് മെയിനായിട്ട് ഐസ്ക്രീം മേടിച്ച് കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെ കൂടെ നമ്മളും ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാവടിക്കാനിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2 ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോൾ പിന്നെ പലഹാരങ്ങൾ കഴിക്കേണ്ട തിരക്കിലായിരുന്നു. നമ്മളെല്ലാതും പ്ലേറ്റിലിട്ട് ചായയൊക്കെ വെച്ചിട്ട് ചായ കുടിച്ചു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.